അബുദാബിയിലെ ഷെയ്ഖ് സായിദ് മസ്ജിദിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വലിപ്പത്തിൽ ലോകത്തിലെ തന്നെ 8ാമത്തെ വലിയ പള്ളിയാണ് അബുദാബിയിലെ ഷെയ്ഖ് സയ്യിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാൻ മസ്ജിദ്. മുഗൾ മോറിഷ് വാസ്തുകലാ രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണം. ലാഹോറിലെ ബാദ്ഷാഹി മസ്ജിദിൻ്റെയും കസബ്ലാങ്ക ഹസൻ II മസ്ജിദിൻ്റെയും നിർമ്മാണ രീതിയിലാണ് ഈ മസ്ജിദ് നിർമ്മിച്ചിരിക്കുന്നത്. മുഗൾ മോറിഷ് വാസ്തുകലാ രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണം. ലാഹോറിലെ ബാദ്ഷാഹിമ മസ്ജിദിൻ്റെയും കസബ്ലാങ്ക ഹസൻ II മസ്ജിദിൻ്റെയും നിർമ്മാണ രീതികൾ ഈ മസ്ജിദിൻ്റെ നിർമ്മാണ രീതിയെയും സ്വാധീനിച്ചിട്ടുണ്ടോ? ഒരേ സമയം 40,000 പേർക്ക് പ്രാർത്ഥിക്കാൻ ഇവിടെ സൗകര്യമുണ്ട്. നമ്മൾ ഈ കാണുന്നതാണ് പള്ളിയിലെ ഹൗള്. പള്ളിയുടെ മുറ്റത്തു നിന്നും അണ്ടർഗ്രൗണ്ടിലാണ് പള്ളിയുടെ ഹൗള് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പള്ളിയുടെ മുറ്റത്തെ അണ്ടർഗ്രൗണ്ടിലാണ് അങ്ങനെ ഇവിടുത്തെ ഹൗള്. പള്ളിക്കകത്തെ ഈ വാതിൽ വെള്ളിയാഴ്ചകളിൽ മാത്രമേ തുറക്കാറുള്ളൂ. ഇറാനിയൻ ഡിസൈനർ അലി ഖലീഖി രൂപകൽപ്പന ചെയ്ത കാർപ്പറ്റ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പരവതാനിയാണ് ഇവിടെ വിരിച്ചിരിക്കുന്നത്. അബുദാബിയിൽ വന്നതിനു ശേഷം ഞാൻ ഒരുപാട് കാണാൻ ആഗ്രഹിച്ച ഒരു പള്ളിയാണ് ഈ പള്ളി. അബുദാബി സിറ്റിയിലേക്ക് പോകുന്ന സമയത്ത് ഇതിൻ്റെ മനോഹാരിത ദൃശ്യം കാണാറുണ്ട്. എന്നാലാകട്ടെ റമദാൻ 1 നോമ്പിനാണ് ഇവിടെ എനിക്ക് എത്താൻ സാധിച്ചത്. കാണികളെയെല്ലാം കണ്ടുകൊണ്ട് അതാ ഒരു പക്ഷി അവിടെ നിൽപ്പുണ്ടായിരുന്നു. പള്ളിമുറ്റം ചുറ്റിക്കാണുവാനായി സഞ്ചാരികൾക്ക് വേണ്ടി പ്രത്യേക വാഹനം തന്നെ അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. നമ്മൾ ഈ കാണുന്നത് മറ്റൊരു ഹൗളാണ്. ഹൗളിന് ചുറ്റും പൂക്കൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഈന്തപ്പനത്തോട്ടങ്ങളാൽ സുന്ദരമാണ് ഷെയ്ഖ് സായിദ് മസ്ജിദ്. മഗ്‌രിബിൻ്റെ വാങ്കിന് മുന്നെയായി ഈ പീരങ്കിയിൽ നിന്നും വെടിയുതിർക്കാറുണ്ട്. വിശാലമായ ആ നോമ്പുതുറ ഹാളിലേക്ക്, കാർ പാർക്കിംഗ് ഏരിയയിലേക്ക് നമ്മൾ പോവുകയാണ്. അവിടെ നിരവധി ജനങ്ങൾ എത്തുന്നത് കൊണ്ട് തന്നെ അവിടെ അബുദാബി പോലീസ് സജ്ജമായിട്ടുണ്ട്. ഏകദേശം 35,000-ൽ പരം ആൾക്കാരാണ് ഇവിടെ നോമ്പ് തുറയ്ക്കായി എത്തിയേക്കുന്നത്. നോമ്പ് തുറയ്ക്കായി ഒരു ബോക്സ് കിട്ടുമ്പോൾ അതിൽ വെച്ചിരിക്കുന്ന ആ ആഹാരം തന്നെ കാണുമ്പോൾ മനസ്സിന് കുളിർമയേകുന്നു. നോമ്പ് തുറയും പള്ളിയിലെ രാത്രികാല ദൃശ്യവും നമുക്ക് ഇതിൻ്റെ രണ്ടാം ഭാഗത്തെ വീഡിയോയിലൂടെ കാണാം.